സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്റർ 11-18 സ്പോയിലേഴ്സാണ്. നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് വൈകി, കാരണം മറ്റൊന്നല്ല, ഞാൻ എല്ലാം പറഞ്ഞതുപോലെ തന്നെ പണിയുടെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. സോ നമുക്ക് ആ സ്പോയിലേഴ്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാലും മാത്രമേ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു കേൾപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ ഇമൂസമ നമ്മുടെ എൽബ ഓഫ് കാസലിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു സീനായിരുന്നു കാണിച്ചിട്ടുള്ളത്. ഈ സ്പോയിലറിലാണെങ്കിൽ അതിനുശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് ഒമൻ എന്നാണ്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മുടെ മെയിൻ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ സോറോൻ്റെ ഗ്രൂപ്പിൻ്റെയൊക്കെ അടുത്ത് വരികയും അവർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നമ്മുടെ സമേഴ്സിനെ അവിടെ നിന്ന് ഫ്രീ ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഗേർഡിൽ അവൻ്റെ ഫിംഗേഴ്സ് കട്ട് ചെയ്ത് കളയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സോറോ ഇമൂസമ്മേനെ തൻ്റെ സ്ട്രോങ്ങസ്റ്റ് അറ്റാക്ക് ആയിട്ടുള്ള കിങ് ഓഫ് ഹെൽ ഹൊനിഗിരി കൊണ്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇമു അത് തൻ്റെ വാല് വെച്ച് ബ്ലോക്ക് ചെയ്ത് കളയുന്നതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ വാനോല് സോറോൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് അറ്റാക്ക് ആയിരുന്നു നമ്മുടെ കിങ്ങിനെ ഡിഫീറ്റ് ചെയ്യാൻ നമ്മുടെ സോറോ യൂസ് ചെയ്തത്. പക്ഷേ ഈ ഒരു അറ്റാക്കിനെ നമ്മുടെ ഇമൂസമ്മ തൻ്റെ വാല് വെച്ചാണ് ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഇമൂസമ്മ ആയിക്കോട്ടെ, ഇമു ഒരു ബ്ലാക്ക് ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യും ഒമന് വെച്ച്. എന്നിട്ട് അത് നമ്മുടെ സോറോൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ സോറോൻ്റെ മുഖം മുഴുവൻ ചോരയിൽ കുളിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെന്നും ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇമൂസമ നമ്മുടെ ഒമൻ എന്ന് പറയുന്ന പവർ ഉപയോഗിച്ച് സമേഴ്സിനെ റിവൈവ് ചെയ്യുന്നുണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഇത് നമ്മുടെ ഇമൂസമ്മയുടെ പുതിയൊരു പവറാണെന്ന് തോന്നുന്നു. ഈ ഒമൻ എന്ന് പറയുന്ന പവർ ഉപയോഗിച്ച് നമ്മുടെ ഇമൂസമ്മക്ക് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ ഹീൽ ചെയ്യാനും പറ്റുന്നുണ്ട്. ഒരു പക്ഷേ ഇതിനെ കൊണ്ട് ഇനിയും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയേക്കും. നമുക്ക് കൂടുതൽ മുന്നോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകുമായിരിക്കും. പിന്നെ ഇമു തൻ്റെ പവർ ഉപയോഗിച്ച് തനിക്ക് 2 ചിറകുകൾ ഉണ്ടാക്കുകയും എന്നിട്ട് നമ്മുടെ സാഞ്ചിയുടെ ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവിടെ വെച്ച് ഈ ഒമൻ എന്ന് പറയുന്ന സെയിം പവർ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മുടെ കില്ലിങ്ങാമയും നമ്മുടെ ഇമൂസമ്മ റിവൈവ് ചെയ്യും. അതിനുശേഷം നമ്മുടെ സാഞ്ചി ആയിക്കോട്ടെ നമ്മുടെ ഇമൂസമ്മയെ ഒരു കിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ഇമൂസമ്മ തൻ്റെ കാല് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് ഇമൂസമ്മ നമ്മുടെ സാഞ്ചിക്ക് നല്ല രീതിക്കുള്ളൊരു കിക്ക് കൊടുക്കും ബ്ലാക്ക് ഫ്ലെയിംസ് വെച്ചിട്ട്. അത് വലിയൊരു എക്സ്പ്ലോഷന് തന്നെ കാരണമാകുന്നുണ്ടെന്നും ഇവിടെ പറയുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ സാഞ്ചിയുടെ അവസ്ഥ എന്താണ് എന്നൊന്നും ഇവിടെ പറയുന്നില്ല. എന്തായാലും മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അത് ഉറപ്പ് തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം നമ്മുടെ ലോക്കി നമ്മുടെ ഇമൂസമ്മനെ കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടി അവിടത്തേക്ക് എത്തും. ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത് ലോക്കി മാത്രമാണ് നമ്മുടെ ഇമൂസമ്മയുടെ മുന്നിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മുടെ ലൂഫി എവിടെയോ ബിസി ആയിട്ടുണ്ട്. ഒരു പക്ഷേ അടുത്ത ചാപ്റ്ററിൽ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും നമ്മുടെ ലോക്കിയും ലൂഫിയും കൂടി ചേർന്ന് നമ്മുടെ ഇമൂസമ്മക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്കം എൻ്റെ ആഗ്രഹം നമ്മുടെ ഇമൂസമ്മ വിജയിക്കണമെന്ന് തന്നെയാണ്. അല്ലാതെ നമ്മുടെ ഫൈനൽ വില്ലൻ അല്ലെങ്കിൽ ഫൈനൽ ബോസ് എന്നൊക്കെ നമുക്ക് പറയാം, അതിലൊരു ഹൈപ്പ് ഇല്ലാതെ ആയിപ്പോവും. എന്തായാലും നമ്മുടെ സോറോനെയും സാഞ്ചിനെയും ഇത്ര ഈസി ആയിട്ട് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വെച്ച് ഒരു ടൈം സ്കിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ആഴ്ച ബ്രേക്കൊന്നും ഇല്ലെന്നും ഇവിടെ പറയുന്നുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. മറ്റൊരു കാണുന്നവരെ ബൈ ബൈ.